എന്താ ചൂട്, പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ക്ഷീണം പിടിച്ച് ഇരുന്ന് പോകും. അപ്പം നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാലോ. എങ്കിലിതാ നേരെ വീട്ടിലെ മാവിൽ നിന്ന് ഒരു മാങ്ങ ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുളിയില്ലാത്ത മാങ്ങയാണ് ഇത്. പുളിയില്ലാത്ത മാങ്ങയാകുമ്പോഴാണ് ഈ ഒരു സംഭാരത്തിന് ഏറ്റവും നല്ലത്. മാങ്ങാ സംഭാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തോലൊക്കെ നീക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് മുറിച്ചെടുക്കാം. ഇനിയിപ്പം പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്താൽ മതി. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംഭാരം നമ്മളെ മോരിൻ്റെ സംഭാരത്തിനെക്കാട്ടും സൂപ്പറാണ്. അതിനു വേണ്ടി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, അതുപോലെ കാന്താരി മുളക്, ഇത് മിൻറ്റ് ലീഫ് അതായത് പുതിന ഇല, പിന്നെ വേണ്ടത് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിപ്പം അങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ച് എടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാതെ. ഇത് കട്ടിയിൽ കഴിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അല്ലാതെ സംഭാരമൊക്കെ ആകുമ്പോൾ വളരെ നേർപ്പിച്ചിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് കുടിക്കാം. ഇനി ഐസ് ക്യൂബ്സ് ഒന്നും വേണ്ടെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു പാനീയമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അധികം പുളിപ്പൊന്നും ഉണ്ടാവില്ല. മിൻറ്റിൻ്റെയൊക്കെ ടേസ്റ്റ്, ഇഞ്ചിയും മിൻറ്റൊക്കെ ചേർന്ന് അടിപൊളി രുചിയാണ്. താങ്ക് യു.